ഹോർമുസ് അടയ്ക്കാൻ പാഞ്ഞിറങ്ങിയ ഇറാൻ സേനയുടെ പത്തിക്കടിച്ച് മിനിറ്റുകൾക്കുള്ളിൽ ഹോർമുസ് പാത കടന്ന് 3 ഇന്ത്യൻ കപ്പലുകൾ. മറ്റ് കപ്പലുകൾ ഹോർമുസ് മുറിച്ചു കടക്കാൻ ഭയപ്പെട്ട് പിന്മാറിയപ്പോൾ 94 നാവികരുമായി ഇന്ത്യൻ കപ്പലുകൾ ചീറിപ്പാഞ്ഞത്. ഇന്ത്യൻ നീക്കത്തിൽ കലിയിളകി ഇറാൻ സൈന്യം. എന്നാൽ അവർക്കൊന്ന് തൊടാൻ പോലും കഴിയും മുൻപ് ഇന്ത്യൻ കപ്പലുകൾ ഹോർമുസ് പാത കടന്നു കഴിഞ്ഞിരുന്നു. ഇന്ത്യൻ വിദേശകാര്യമന്ത്രി ജയശങ്കറിന്റെ കൃത്യമായ ഇടപെടലിലാണ് ഹോർമുസിൽ കുടുങ്ങുമായിരുന്ന കപ്പലുകൾ തലയെടുപ്പോടെ പുറത്തു കടന്നത്. ലബനനിലെ ഇസ്രയേൽ ആക്രമണങ്ങളിലും അമേരിക്കയുടെ നയതന്ത്ര വഞ്ചനയിലും പ്രതിഷേധിച്ച് ഇറാൻ സൈന്യം കൊലവെറിയിൽ നിൽക്കുകയായിരുന്നു. ഇനി നയതന്ത്രമില്ല, ചർച്ചയില്ല, യുദ്ധമെന്ന് പ്രഖ്യാപിച്ച് ഇറാൻ റവല്യൂഷണറി ഗാർഡ് തലവൻ ഹോർമുസ് അടയ്ക്കാൻ നിർദ്ദേശിക്കുകയായിരുന്നു. കപ്പൽ പാത അടയ്ക്കാൻ സാധ്യതയുണ്ടെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ജയശങ്കർ എന്തിനും തയ്യാറായി നിൽക്കാൻ നിർദ്ദേശം കൊടുത്തിരുന്നു. തുടർന്നാണ് ഒരു സെക്കൻഡ് പോലും പാഴാക്കാതെ നാവികരുടെ ഇടപെടൽ. ഏറ്റവും വലിയ ഭീതി ഉയർത്തിയത് ഇറാൻ സൈന്യത്തിനൊപ്പം മറ്റൊരു വഴിക്ക് ഹൂതി വിമതരും ഹോർമുസ് ഭാഗത്തുണ്ടായിരുന്നു. കപ്പൽ ഹോർമുസ് കടക്കുമ്പോൾ അവരുടെ കണ്ണിൽ പെട്ടിരുന്നുവെങ്കിൽ ആക്രമിക്കപ്പെടുമായിരുന്നു. എന്നാൽ ലവലേശം കൂസാതെ ഇന്ത്യ പണി നടത്തി പുറത്തിറങ്ങി. അസംസ്കൃത എണ്ണക്കപ്പലുകൾ സുരക്ഷിതമായി പാത കടന്നത് വലിയ വിജയമാണ്. ശനിയാഴ്ച പകൽ സമയത്തായിരുന്നു നാടകീയമായ ഈ നീക്കം നടന്നത്. കപ്പലുകൾ നിലവിൽ ഇന്ത്യയിലേക്ക് യാത്ര തുടരുകയാണെന്ന് കേന്ദ്ര തുറമുഖ കപ്പൽ ഗതാഗത മന്ത്രി സർബാനന്ദ സോനോവാൾ സ്ഥിരീകരിച്ചു. ബ്ലൂംബർഗ് പുറത്തുവിട്ട കപ്പൽ ട്രാക്കിംഗ് വിവരങ്ങൾ പ്രകാരം ദേശ് വിഭോർ എന്ന കപ്പൽ കടലിടുക്കിലൂടെ നീങ്ങുന്നതിനിടെ US സൈന്യത്തിന്റെ നിർദ്ദേശപ്രകാരം തെക്കൻ പാതയിലേക്ക് തിരിഞ്ഞിരുന്നെങ്കിലും പിന്നീട് ഇറാൻ തീരത്തേക്ക് തന്നെ മടങ്ങുകയായിരുന്നു. ഒടുവിൽ അതീവ സങ്കീർണമായ സാഹചര്യത്തിൽ മറികടന്ന് ദേശ് വൈഭവ്, ദേശ് വിഭോർ, സൻമാർ ഹെറാൾഡ് എന്നീ 3 ഇന്ത്യൻ ടാങ്കറുകളും അന്താരാഷ്ട്ര ജല അതിർത്തിയിൽ പ്രവേശിച്ചു. ഈ കപ്പലുകളിലായി ആകെ 8,60,000 ടണ്ണിലധികം അസംസ്കൃത എണ്ണയുണ്ടെന്നും ജൂൺ 24-നും ജൂലൈ 1-നും ഇടയിൽ ഇവ ഇന്ത്യയിലെത്തുമെന്നും മന്ത്രി അറിയിച്ചു. ദേശ് വൈഭവ്, ദേശ് വിഭോർ എന്നിവ ജൂൺ 24-ന് ഗുജറാത്തിലെ വാഡിനാർ, സിക്ക തുറമുഖങ്ങളിലും ഏറ്റവും ഒടുവിൽ കടലിടുക്ക് പിന്നിട്ട സൻമാർ ഹെറാൾഡ് ജൂലൈ 1-ന് ഒഡീഷയിലെ പാരദ്വീപ് തുറമുഖത്തും എത്തും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷയ്ക്കും നാവികരുടെ സുരക്ഷയ്ക്കും സർക്കാർ അതീവ പ്രാധാന്യമാണ് നൽകുന്നതെന്ന് സർബാനന്ദ സോനോവാൾ കൂട്ടിച്ചേർത്തു. അതേസമയം 10 ഇന്ത്യൻ കപ്പലുകൾ ഇപ്പോഴും പേർഷ്യൻ ഗൾഫ് മേഖലയിലുണ്ടെന്നാണ് മന്ത്രാലയത്തിന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നത്. അമേരിക്കയും ഇറാനും തമ്മിൽ ഒപ്പുവെച്ച താൽക്കാലിക സമാധാന കരാറിന്റെ ഭാഗമായി ഈ ആഴ്ച ആദ്യം ഹോർമുസ് കടലിടുക്ക് തുറന്നുകൊടുത്തിരുന്നു. യുറേനിയം സമ്പുഷ്ടീകരണം കുറയ്ക്കാമെന്ന ഇറാന്റെ ഉറപ്പിന്മേൽ അമേരിക്ക ഏർപ്പെടുത്തിയ എണ്ണ വ്യാപാര ഉപരോധം വ്യാഴാഴ്ച പിൻവലിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇസ്രയേൽ ലബനനിൽ ആക്രമണം തുടരുന്നതും US തങ്ങളുടെ വാഗ്ദാനങ്ങൾ പാലിക്കുന്നതിൽ പരാജയപ്പെട്ടതും കരാറിന്റെ വ്യക്തമായ ലംഘനമാണെന്ന് ആരോപിച്ചായിരുന്നു ശനിയാഴ്ച വൈകുന്നേരത്തോടെ ഇറാൻ സംയുക്ത സൈനിക കമാൻഡ് കടലിടുക്ക് വീണ്ടും അടച്ചതായി പ്രഖ്യാപിച്ചത്. ആക്രമണം തുടർന്നാൽ അടുത്ത ഘട്ട നടപടികളിലേക്ക് കടക്കുമെന്നും ഇറാൻ സൈന്യം ഔദ്യോഗിക ടെലിവിഷനിലൂടെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ആഗോള എണ്ണ വ്യാപാരത്തിന്റെ ജീവനാഡിയും ലോകത്തിലെ ഏറ്റവും അപകടം പിടിച്ച കപ്പൽപാതയുമായ ഹോർമുസ് കടലിടുക്കിൽ ഇന്ത്യയുടെ വൻ നയതന്ത്ര വിജയവുമായാണ് ഇതിനെ കാണുന്നത്. വിദേശകാര്യ മന്ത്രാലയവും വിവിധ അന്താരാഷ്ട്ര ഏജൻസികളും സംയുക്തമായി നടത്തിയ നയതന്ത്ര നീക്കങ്ങളിലൂടെയാണ് ഇന്ത്യൻ കപ്പലുകൾക്ക് പുറത്തു കടക്കാനായത്. ഇസ്രയേലും അമേരിക്കയും ചേർന്ന് തങ്ങളെ വഞ്ചിച്ചുവെന്ന കൊലവെറിയിലാണ് ഇറാൻ സൈന്യം. ഒരു വശത്ത് ചർച്ചയും മറ്റൊരു വഴിക്ക് ഇസ്രയേൽ ലബനനിൽ ആക്രമണവും അഴിച്ചുവിടുന്നു. ഇതൊന്നിച്ചു പോകില്ല എന്നും ട്രംപിന്റെ കുടിലതയാണ് ഇതിന് പിന്നിലെന്നും IRGC കല്ലുതുള്ളുന്നു. അവർക്കുള്ള മറുപടി ഹോർമുസ് ആണെന്ന് പ്രഖ്യാപിച്ചായിരുന്നു ജലപാത വീണ്ടും അടച്ചത്. ഏത് കപ്പൽ കടന്നുപോയാലും ആക്രമിക്കുമെന്നായിരുന്നു ഇറാൻ സൈന്യം വെല്ലുവിളിച്ചത്. ആ ഭീഷണി മറികടന്നാണ് ഇന്ത്യൻ കപ്പലുകൾ പുറത്തെത്തിയത്. ഇന്ത്യൻ നാവികരുടെയും ലൈഫ് ലൈനുകളുടെയും സമ്പൂർണ്ണ സുരക്ഷ ഉറപ്പാക്കുന്നതിന് ഞങ്ങളുടെ മന്ത്രാലയം എല്ലാ ഏജൻസികളുമായും സജീവമായി പ്രവർത്തിക്കുന്നുണ്ടെന്ന് വിദേശകാര്യമന്ത്രി S ജയശങ്കർ വ്യക്തമാക്കി. നാവികർക്ക് ഒരു അപകടവും സംഭവിക്കാതെ അവരെ തിരികെ എത്തിക്കും എന്ന് തന്നെയാണ് ജയശങ്കർ ഉറപ്പുകൊടുത്തിരിക്കുന്നത്. അമേരിക്കയും ഇറാനും തമ്മിലുണ്ടായ യുദ്ധസമാനമായ സാഹചര്യത്തെ തുടർന്ന് ഇറാൻ ഹോർമുസ് കടലിടുക്കിൽ സൈനിക നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. ഇതുവഴി സഞ്ചരിക്കുന്ന കപ്പലുകൾ പാതയും റൂട്ടും ഉൾപ്പെടെയുള്ള വിവരങ്ങൾ 48 മണിക്കൂർ മുൻപ്
ഹോർമുസ് അതോറിറ്റിക്ക് അപേക്ഷയായി നൽകണമെന്ന നിർബന്ധിത വ്യവസ്ഥ ഇറാൻ കൊണ്ടുവന്നിരുന്നു. ഇന്ത്യയുടെ ക്രൂഡ് ഓയിൽ ഇറക്കുമതിയുടെ 50%, LNG ഇറക്കുമതിയുടെ 54% ഈ കടലിടുക്ക് വഴിയാണ് നടക്കുന്നത്. US ഉപരോധത്തെ തുടർന്ന് ഇന്ത്യൻ കപ്പലുകൾ അടക്കം മേഖലയിൽ കുടുങ്ങിക്കിടക്കുകയാണ്. പിന്നീട് USഉം ഇറാനും തമ്മിൽ സമാധാന ധാരണയിലെത്തുകയും സൈനിക ഉപരോധം നീക്കുകയും ചെയ്തതിനെ തുടർന്ന് ഇന്ത്യയിലേക്കുള്ള ചരക്ക് നീക്കം പുനഃസ്ഥാപിക്കപ്പെട്ടത്. നിലവിലെ സ്ഥിതിഗതികൾ ഇറാനും USഉം തമ്മിൽ ധാരണാപത്രം ഒപ്പുവെച്ചതോടെ പ്രതിസന്ധിക്ക് അയവ് വന്നിട്ടുണ്ടെങ്കിലും ഷിപ്പിംഗ് കമ്പനികൾ ഇപ്പോഴും ഉയർന്ന ജാഗ്രതയാണ് പുലർത്തുന്നത്. കപ്പൽ ഗതാഗതം പൂർണ്ണമായി പഴയതുപോലെ സാധാരണ നിലയിലാകാൻ ആഴ്ചകളോ അതിൽ കൂടുതലോ സമയമെടുക്കുമെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു. എന്നാൽ അതിനെയെല്ലാം തകിടം മറിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇറാൻ റവല്യൂഷണറി ഗാർഡ് ഹോർമുസിൽ വീണ്ടും പിടിമുറുക്കിയിരിക്കുന്നത്. ഒരു വഴിക്ക് സമാധാന ചർച്ച നടക്കുമ്പോഴും പശ്ചിമേഷ്യ പുകയുകയാണ്. ഇറാൻ ഭരണകൂടത്തിന്റെയും അമേരിക്കയുടെയും നേതൃത്വത്തിൽ നടക്കുന്ന സമാധാന കരാറിനെ എതിർത്ത് നിൽക്കുകയാണ് ഇറാൻ സൈന്യം. ലെബനനിൽ ഇസ്രയേൽ അടിക്കുന്ന ഓരോ അടിക്കും മറുപടി പറയിക്കുമെന്ന് IRGC പറയുന്നു. അമേരിക്കയുമായി സമാധാന കരാറിൽ ഒപ്പിട്ടത് ഇറാൻ പരമോന്നത നേതാവ് മൊജ്തബ ഖമനേയി ഇപ്പോൾ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. എന്നാൽ ഇത് അംഗീകരിക്കാൻ IRGC തയ്യാറാകുന്നില്ല. ഇറാനുമായുള്ള സമാധാന ചർച്ച പരാജയപ്പെട്ടാൽ ഹോർമുസ് കടലിടുക്കിൽ ടോൾ ഏർപ്പെടുത്തുമെന്ന ഭീഷണിയുമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്ത് വന്നിരുന്നു. വെടിനിർത്തൽ നിലനിൽക്കുന്ന 60 ദിവസത്തേക്ക് ഹോർമുസിൽ ടോൾ പിരിക്കില്ല. 60 ദിവസത്തിന് ശേഷം ടോൾ ഉണ്ടാവില്ല. എന്നാൽ കരാറിൽ എത്തുന്നതിൽ പരാജയപ്പെട്ടാൽ പശ്ചിമേഷ്യൻ രാജ്യങ്ങളുടെ കാവൽ മാലാഖ എന്ന നിലയ്ക്ക് നൽകിയതും നൽകാൻ പോകുന്നതുമായ സേവനങ്ങളുടെ അടിസ്ഥാനത്തിൽ USന് ടോൾ ഈടാക്കാം എന്നായിരുന്നു ട്രംപ് പറഞ്ഞത്. അമേരിക്കയും ഇറാനും തമ്മിൽ ഒപ്പുവെച്ച കരാറിലെ പ്രധാന വ്യവസ്ഥകൾ കൂടി നമുക്ക് നോക്കാം. ലെബനൻ അടക്കം എല്ലാ വിഭാഗങ്ങളും സൈനിക നടപടികൾ അടിയന്തരമായി അവസാനിപ്പിക്കണം. 60 ദിവസത്തിനുള്ളിൽ അന്തിമ കരാറിലെത്തണം. ഇറാനിൽ ഏർപ്പെടുത്തിയ നാവിക വിലക്ക് US 30 ദിവസത്തിനുള്ളിൽ അവസാനിപ്പിക്കും. അതുവരെ യുദ്ധത്തിന് മുൻപ് ഇറാനിലേക്കുണ്ടായിരുന്ന ഗതാഗതത്തിന് ആനുപാതികമായ കപ്പലുകൾക്ക് അനുമതി നൽകും. ഹോർമുസ് കടലിടുക്ക് തുറക്കും. 60 ദിവസത്തേക്ക് ഹോർമുസിൽ ടോൾ നൽകേണ്ട. പിന്നീട് ഒമാനും മറ്റ് ഗൾഫ് രാജ്യങ്ങളുമായി ചർച്ച ചെയ്ത് ഹോർമുസ് നടത്തിപ്പുമായി ബന്ധപ്പെട്ട് വിശാലമായ കരാറിൽ ഇറാൻ എത്തണം. ഇറാന്റെ പുനരുദ്ധാരണത്തിനും സാമ്പത്തിക വികസനത്തിനുമായി $30,000 കോടി ഫണ്ട്. ഇറാനെതിരെയുള്ള എല്ലാ ഉപരോധങ്ങളും നീക്കും. ഇറാൻ ഒരിക്കലും ആണവായുധം വികസിപ്പിക്കില്ല. ഇറാനിലുള്ള സമ്പുഷ്ടീകരിച്ച യുറേനിയം IAEAയുടെ മേൽനോട്ടത്തിൽ മാറ്റും. ഇതാണ് കരാറിലെ പ്രധാന വ്യവസ്ഥകൾ. എന്നാൽ അതുതന്നെ ഇപ്പോൾ IRGC ലംഘിച്ചിരിക്കുകയാണ്. അതായത് ഹോർമുസ് അടച്ചുകൊണ്ടുള്ള ഒരു പ്രതിഷേധത്തിലേക്കാണ് ഇപ്പോൾ ഇറാൻ റവല്യൂഷണറി ഗാർഡ് കടന്നിരിക്കുന്നത്. ഇറാൻ ഭരണകൂടവും അമേരിക്കയും തമ്മിൽ എന്തെങ്കിലും കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർ തമ്മിലായിക്കൊള്ളൂ, ഞങ്ങളുടെ രീതി വേറെയാണ് എന്നാണ് IRGC പ്രഖ്യാപിച്ചിരിക്കുന്നത്.